ദൈവത്തിന്റെ അതിപരിശുദ്ധ നാമം വാഴ്ത്തപ്പെടുമാറാകട്ടെ. നമുക്ക് ഒരുമിച്ച് ദൈവസന്നിധിയിലായിരിക്കാൻ, തിരുവചനം പഠിപ്പാൻ ദൈവം നൽകി തന്ന വലിയൊരു അവസരത്തിനായിട്ട് ദൈവത്തിന് നന്ദിയോട് സ്തോത്രം ചെയ്യുന്നു, ദൈവത്തെ സ്തുതിക്കുന്നു. പ്രാർത്ഥനയോട് ഇന്നത്തെ വചന പഠനം ആരംഭിക്കാം. ഞങ്ങളുടെ വാഴ്ത്തപ്പെട്ട ദൈവമേ, സ്വർഗീയ പിതാവേ, ഞങ്ങള് കർത്താവെ വീണ്ടും തിരുവചന പഠനത്തിനായിട്ട് തിരുസന്നിധിയിൽ അടുത്ത് വന്നിരിക്കുന്നു. സർവശക്തനായ, നിത്യനായ, സർവവല്ലഭനായ ദൈവത്തെ ആരാധിപ്പാനും സ്തുതിപ്പാനും അങ്ങയുടെ മഹത്വമേറിയ വചനം പഠിപ്പാനും ഒരവസരം കൂടെ ഞങ്ങളുടെ ജീവിതത്തിൽ നൽകി തരുന്നതിനായിട്ട് നന്ദിയോട് സ്തോത്രം. കർത്താവെ, അവിടുന്ന് എത്ര വലിയവനാണ്, അത്ഭുതവാനാണ്, ഉന്നതനും ഉയർന്നിരിക്കുന്നവനും ശാശ്വതവാസിയുമായിട്ടുള്ള ദൈവമാണ്. നിത്യരാജാവായി അക്ഷയനും അദർശനുമായിട്ടുള്ള ദൈവമാണ്. ഞങ്ങൾ അങ്ങേ സ്തുതിക്കുന്നു, ഞങ്ങൾ അങ്ങേ ആരാധിക്കുന്നു, ഞങ്ങൾ അങ്ങേ മഹത്വപ്പെടുത്തുന്നു. ഞങ്ങളുടെ കുറവുകളെ ഓർക്കാതെ കർത്താവെ, അവിടുന്ന് ഞങ്ങളെ സ്നേഹിക്കുന്ന ദൈവമാകിയാലും നന്ദിയോട് സ്തോത്രം. ഈ രാത്രിയിൽ ഞങ്ങളുടെ വചന പഠനം ഏറ്റവും അനുഗ്രഹമായി തീരണമേ എന്ന് അപേക്ഷിക്കുന്നു. കർത്താവെ, ഇവിടുത്തെ പരിശുദ്ധാത്മാവ് ഞങ്ങളോട് സംസാരിക്കുകയും ദൈവവചനം കർത്താവെ യഥാർത്ഥമായി ഗ്രഹിപ്പാൻ, അത് ഉൾക്കൊള്ളുവാൻ, കൈക്കൊള്ളുവാൻ, ഹൃദയത്തിൽ സംഗ്രഹിപ്പാൻ, ജീവിതത്തിന്റെ യാത്രയിൽ ദൈവവചനത്താൽ വഴി നടത്തപ്പെടുവാൻ ഞങ്ങളെ സഹായിക്കണമേ എന്ന് അപേക്ഷിക്കുന്നു. അവിടുത്തെ പരിശുദ്ധാത്മാവ് ഞങ്ങളെ അനുനിമിഷം അനുദിനം കർത്താവെ വഴി നടത്തണമേ എന്ന് അപേക്ഷിക്കുന്നു. എല്ലാ കൃപകളാലും നിറയ്ക്കണമേ. ഞങ്ങളെ താഴ്ത്തിയേൽപ്പിക്കുന്നു. കേൾക്കുന്ന വിവിധ ഭവനങ്ങളിൽ ഇരുന്ന്, വിവിധ സ്ഥലങ്ങളിൽ ഇരുന്ന് കേൾക്കുന്ന എല്ലാവരെയും തൃക്കരങ്ങളിൽ തരുന്നു. എല്ലാവർക്കും കർത്താവ് ഏറിയ ദൈവകൃപ പകർന്ന് വചനത്തിന്റെ ആഴങ്ങളിലേക്ക് കടന്നു ചെല്ലുവാൻ ഞങ്ങളെല്ലാവരെയും സഹായിക്കണം. മഹത്വം തിരുമേനി മാത്രം എടുക്കണം. യേശുക്രിസ്തുവിന്റെ നാമത്തിൽ അപേക്ഷിക്കുന്ന കൃപയുണ്ടായി കേൾക്കുമാറാകണമേ. ആമേൻ. ദൈവനാമത്തിന് മഹത്വം ഉണ്ടാകട്ടെ. അപ്പോസ്തലനായ പൗലോസ് തീമോഥെയോസിന് എഴുതിയ രണ്ടാമത്തെ ലേഖനം, രണ്ടാമത്തെ അധ്യായം, അതിന്റെ ആദ്യത്തെ 23 വാക്യങ്ങൾ നാം ഒരുമിച്ച് ചിന്തിച്ചു. വളരെ പ്രധാനപ്പെട്ട ഒരു അധ്യായം. പ്രത്യേകിച്ചും അപ്പോസ്തലനായ പൗലോസ് ഒരു ശുശ്രൂഷകൻ എപ്രകാരം ആയിരിക്കണം ദൈവത്തിന്റെ സഭയിൽ പെരുമാറേണ്ടതും അവിടെ ശുശ്രൂഷ ചെയ്യേണ്ടതുമെന്ന് വ്യക്തമായി വിവരിക്കുന്നതായിട്ടുള്ള ഒരു അധ്യായമാണ്. പ്രത്യേകിച്ചും പൗലോസ് അപ്പോസ്തലൻ 7 ഉപമാനങ്ങൾ, 7 ഉദാഹരണങ്ങൾ, അല്ലെങ്കിൽ 7 ഇല്ലസ്ട്രേഷൻസ് ചൂണ്ടിക്കാണിച്ചുകൊണ്ടാണ് ഒരു സഭാ ശുശ്രൂഷകന് അതേപോലെയുള്ള ഗുണങ്ങൾ ഉണ്ടായിരിക്കണം എന്ന് പറഞ്ഞിരിക്കുന്നത്. കഴിഞ്ഞ എപ്പിസോഡിൽ നാം അത് വിശദമായി 6 ഉദാഹരണങ്ങളെ കുറിച്ചും 6 ഇല്ലസ്ട്രേഷൻസിനെ കുറിച്ചും ചിന്തിച്ചു. ഇന്ന് 7ാമത്തെ ഇല്ലസ്ട്രേഷനെ കുറിച്ചാണ് നാം പഠിക്കുവാനായിട്ട് പോകുന്നത്. 24, 25, 26 വാക്യങ്ങളിൽ 2 തീമോഥെയോസ് 2-ാം അധ്യായം 24, 25, 26 വാക്യങ്ങളിൽ ആ 7ാമത്തെ ഉദാഹരണം അവിടെ പറയുന്നുണ്ട്. എങ്കിലും കഴിഞ്ഞ ക്ലാസ്സിൽ പറഞ്ഞത് ഒന്നുകൂടെ നമുക്കൊന്ന് റിവൈസ് ചെയ്തിട്ട്, പെട്ടെന്ന് റിവൈസ് ചെയ്തിട്ട് 7ാമത്തെ ഉദാഹരണത്തിലേക്ക് കടക്കാം. ഒന്നാമത്, ഹി മസ്റ്റ് ബി എ ഗുഡ് സ്റ്റിവാർഡ്. ഒരു യഥാർത്ഥ സഭാ ശുശ്രൂഷകൻ ഒരു നല്ല കാര്യവിചാരകനായിരിക്കണം എന്ന് 2ാമത്തെ വാക്യത്തിൽ, നീ എന്നോട് പല സാക്ഷികളുടെ മുമ്പാകെ നീ എന്നോട് കേട്ടതെല്ലാം മറ്റുള്ളവരെ ഉപദേശിപ്പാൻ സമർത്ഥരായി വിശ്വസ്ത മനുഷ്യരെ ഫലമേൽപ്പിക്കുന്നവനായിരിക്കണം. ദൈവവചനം തീമോഥെയോസിന് ലഭിച്ചു. ആ ലഭിച്ചതായിട്ടുള്ള ദൈവവചനം മറ്റുള്ളവർക്ക് കൈമാറേണ്ടതിന് അത് വിശ്വസ്തരായ മനുഷ്യരെ ഏൽപ്പിക്കുന്ന ഒരു കാര്യവിചാരക ശുശ്രൂഷയില് ആയിരിക്കണം തീമോഥെയോസ് എന്ന് അപ്പോസ്തലനായ പൗലോസ് തീമോഥെയോസിനെ ഓർമ്മിപ്പിക്കുന്നു. സോ ഗുഡ് മിനിസ്റ്റർ മസ്റ്റ് ബി എ ഗുഡ് സ്റ്റിവാർഡ്. ഒരു നല്ല സഭാ ശുശ്രൂഷകൻ ഒരു നല്ല കാര്യവിചാരകൻ ആയിരിക്കണം എന്ന് പൗലോസ് അപ്പോസ്തലൻ തീമോഥെയോസിനെ ഓർമ്മിപ്പിക്കുകയാണ്. രണ്ടാമതായിട്ട് അവിടെ പറയുന്നു, എ ഗുഡ് മിനിസ്റ്റർ മസ്റ്റ് ബി എ ഗുഡ് സോൾജിയർ. ക്രിസ്തു യേശുവിന്റെ നല്ല ഭടനായി നീ ഇവനോടുകൂടെ കഷ്ടം സഹിക്കുക. ഒരു നല്ല സഭാ ശുശ്രൂഷകൻ ഒരു നല്ല പടയാളിയെ പോലെ ജീവനകാര്യങ്ങൾ ഇടപെടാതെ പടചേർത്തവനെ പ്രസാദിപ്പിക്കുന്നവനും മാത്രമല്ല, താൻ്റെ ശുശ്രൂഷയ്ക്കായി കഷ്ടം സഹിപ്പാൻ ഒരുക്കമുള്ളവനും ആയിരിക്കണം. അതാണ് 2ാമത്തെ ഇല്ലസ്ട്രേഷനായിട്ട് പറഞ്ഞത്. മൂന്നാമത് പറയുന്നു, ഹി മസ്റ്റ് ബി എ ഗുഡ് അത്ലീറ്റ്. ഒരു നല്ല ഓട്ടക്കാരൻ, നല്ലൊരു കായിക ഇനങ്ങളിൽ പങ്കെടുക്കുന്ന ഒരു വ്യക്തിയെ പോലെ നല്ലൊരു അത്ലീറ്റ് ആയിരിക്കണം എന്ന് ഓർമ്മിപ്പിക്കുന്നു.
ചട്ടപ്രകാരം പോരാടുന്ന, ചട്ടപ്രകാരം താൻ ഏർപ്പെട്ട കാര്യങ്ങൾ ചെയ്യുന്നതായിട്ടുള്ള ഒരു വ്യക്തി ആയിരിക്കണം ഒരു നല്ല സഭാ ശുശ്രൂഷകൻ എന്ന് മൂന്നാമത്തെ ഉദാഹരണത്തിലൂടെ ഓർമ്മിപ്പിക്കുന്നു. നാലാമതായിട്ട് പറയുന്നു, ഹി മസ്റ്റ് ബി എ ഗുഡ് ഫാർമർ. അവന് നല്ലൊരു കൃഷിക്കാരനെ പോലെ ആയിരിക്കണം, അധ്വാനിക്കുന്ന, എ ഹാർഡ് വർക്കിംഗ് ഫാർമർ. നന്നായിട്ട് അധ്വാനിച്ചിട്ട് അത് വിളവെടുക്കുവാൻ വേണ്ടി, കൊയ്ത്തിന് വേണ്ടി കാത്തിരിക്കുന്ന ഒരു നല്ല അധ്വാനിക്കുന്ന കൃഷിക്കാരനെ പോലെ ആയിരിക്കണം എന്നുള്ളതാണ് നാലാമത്തെ ഉദാഹരണമായിട്ട് അപ്പോസ്തലനായ പൗലോസ് അവിടെ ചൂണ്ടിക്കാണിക്കുന്നത്. പിന്നീട് അഞ്ചാമത്തെ ഉദാഹരണം, അഞ്ചാമത് താനെ പറയുന്നത് സത്യവചനത്തെ യഥാർത്ഥമായി പ്രസംഗിക്കുന്ന 15-ാമത്തെ വാക്യം, യഥാർത്ഥമായി പ്രസംഗിച്ചുകൊണ്ട് ലജ്ജിപ്പാൻ സംഗതി ഇല്ലാത്ത വേലക്കാരനായി ദൈവത്തിന് കൊള്ളാകുന്നവനായി നിൽപ്പാൻ ശ്രമിക്കുക. അഞ്ചാമത്തെ ഇല്ലസ്ട്രേഷൻ എന്ന് പറയുന്നത്, ഹി മസ്റ്റ് ബി എ ഗുഡ് മിനിസ്റ്റർ, മസ്റ്റ് ബി എ സ്കിൽഡ് വർക്ക്മാൻ അപ്രൂവ്ഡ് ബൈ ഗോഡ്. ഒരു നല്ല സഭാ ശുശ്രൂഷകൻ ദൈവവചനം ശരിയായി കൈകാര്യം ചെയ്യുന്ന, നല്ല പരിചയസമ്പന്നനായ, നന്നായിട്ട് തൻ്റെ വേല ചെയ്യുന്ന ഒരു വേലക്കാരനെ പോലെ, ഒരു വർക്ക്മാനെ പോലെ, സ്കിൽഡ് വർക്ക്മാനെ പോലെ, ദൈവത്തിന് അംഗീകാരമുള്ള, ദൈവത്തിന് സമ്മതനായ ഒരു സ്കിൽഡ് വർക്ക്മാൻ ആയിരിക്കണം ഒരു നല്ല സഭാ ശുശ്രൂഷകൻ എന്ന് അവിടെ തീമോഥെയോസിനെ ഓർമ്മിപ്പിക്കുകയാണ് അപ്പോസ്തലനായ പൗലോസ് ചെയ്യുന്നത്. അത് അഞ്ചാമത്തെ ഉദാഹരണമാണ്. ആറാമത്തെ ഉദാഹരണം, ഒരു വലിയ വീട്ടിൽ പല പാത്രങ്ങളുണ്ട്. ചിലത് ഹോണറബിൾ പർപ്പസിന്, നോബിൾ പർപ്പസിന്, മാന്യ കാര്യങ്ങൾക്ക് ഉപയോഗിക്കുന്നു. ഒരു വലിയ വീട്ടിൽ പല ഉപകരണങ്ങളുണ്ട്, പാത്രങ്ങളുണ്ട്. അതിൽ ചിലത് മാന്യ കാര്യങ്ങൾക്ക്, നോബിൾ പർപ്പസസിന് ഉപകരിക്കുന്നു, ചിലത് ഹീന കാര്യങ്ങൾക്ക് ഉപകരിക്കുന്നു. മാന്യ കാര്യങ്ങൾക്ക് ഉപകരിക്കുന്ന വ്യക്തി എന്ന് പറയുന്നത് വാഗ്വാദം ചെയ്യാതെ ശരിയായ ഉപദേശം ദൈവജനത്തിന് കൊടുക്കുന്ന വ്യക്തിയാണ് അവിടെ മാനപാത്രം എന്ന് പറയുന്നത്. മാനപാത്രത്തെ കുറിച്ച് ചിന്തിച്ചപ്പോൾ കഴിഞ്ഞ എപ്പിസോഡിൽ നാം ചിന്തിക്കുകയുണ്ടായി, ഒരു പാത്രം ഉപയോഗപ്പെടണമെങ്കിൽ, അത് ഉടമസ്ഥന് ഉപയോഗയോഗ്യമായി തീരണമെങ്കിൽ ആ പാത്രം ഒഴിഞ്ഞ പാത്രമായിരിക്കും. അതിലേക്ക് ഉടമസ്ഥന് തനിക്ക് നിറയ്ക്കേണ്ടതായ കാര്യം അതിലേക്ക് നിറയ്ക്കുവാൻ തക്കവണ്ണം ആ പാത്രം ഒഴിഞ്ഞതായിരിക്കും. നമ്മുടെ കർത്താവിന് നമ്മെ നിറയ്ക്കുവാൻ തക്കവണ്ണം, എൻ്റെ പരിശുദ്ധാത്മാവിനാൽ നിറയ്ക്കുവാൻ തക്കവണ്ണം നമ്മിലുള്ളതൊക്കെയും, സ്വയവും നമ്മുടെ അഹങ്കാരവും അല്ലെങ്കിൽ നമ്മുടെ ഞാൻ എന്ന ഭാവവും അതുപോലെയുള്ളതൊക്കെ ഒഴിഞ്ഞ് ഉടമസ്ഥന്റെ കയ്യിൽ ഒരു മാനപാത്രമായി, ഒഴിഞ്ഞ പാത്രമായി ഉടമസ്ഥൻ തൻ്റെ ആത്മാവിനാൽ നിറയ്ക്കുന്ന, തൻ്റെ കൈകളിൽ എടുത്ത് ഉപയോഗിക്കുന്ന, അവൈലബിൾ ആയിട്ടുള്ള ഒരു മാനപാത്രമായിരിക്കണമെന്ന് ആറാമത്തെ ഉദാഹരണത്തിലൂടെ അപ്പോസ്തലനായ പൗലോസ് ചൂണ്ടിക്കാണിക്കുന്നു. ഒഴിഞ്ഞിരിക്കും എന്ന് പറഞ്ഞാൽ മാത്രവുമല്ല, ഉടമസ്ഥൻ ആ പാത്രം ഉപയോഗിക്കണമെങ്കിൽ അത് വിശുദ്ധമായിരിക്കണം, ക്ലീൻ ആയിരിക്കണം, ശുചിയുള്ളതായിരിക്കണം, വൃത്തിയുള്ളതായിരിക്കണം. അതുകൊണ്ട് ജഡമോഹങ്ങളെ വിട്ടകന്ന്, അതുകൊണ്ടാണ് അപ്പോസ്തലനായ പൗലോസ് പറയുന്നത്, യൗവന മോഹങ്ങളെ വിട്ടോടി നീതിയും വിശ്വാസവും സ്നേഹവും ശുദ്ധഹൃദയത്തോട് കർത്താവിനെ വിളിച്ചപേക്ഷിക്കുന്ന എല്ലാവരോടും സമാധാനവും ആചരിക്കുക. ലസ്റ്റ് ഓഫ് ദ ഫ്ലഷ്, ജഡമോഹങ്ങളെ, യൗവന മോഹങ്ങളെ, ദ്രവ്യാഗ്രഹം പോലെയുള്ള മോഹങ്ങളെ ഒക്കെ വിട്ടോടി ഉടമസ്ഥന് തൻ്റെ ആത്മാവിനാൽ നിറയ്ക്കുവാൻ കഴിയുന്ന വൃത്തിയുള്ള പാത്രങ്ങളായി, അവൈലബിൾ ആയിട്ട് എപ്പോഴും ഉടമസ്ഥന്റെ ഏത് ആവശ്യത്തിനും ഉപയോഗിക്കുവാൻ കഴിയുന്ന നിലയിൽ ഒരുക്കമുള്ളവരായി, ഏൽപ്പിച്ചു കൊടുക്കുന്നവരായി, മാനപാത്രങ്ങളായി ഒരു സഭാ ശുശ്രൂഷകനായിരിക്കണം എന്നുള്ളതാണ് ആറാമത്തെ ഉദാഹരണത്തിലൂടെ അപ്പോസ്തലനായ പൗലോസ് ചൂണ്ടിക്കാണിച്ചത്. എന്നാൽ ഇന്ന് നാം പഠിക്കാനായിട്ട് പോകുന്നത് 24 മുതൽ ഉള്ള വാക്യങ്ങളാണ്. കർത്താവിന്റെ ദാസൻ ശണ്ട ഇടാതെ, 23-ാമത്തെ വാക്യത്തിലും അത് തന്നെ പറയുന്നുണ്ട്, ബുദ്ധിയില്ലാത്ത മൗഢ്യ തർക്കം ശണ്ട ജനിപ്പിക്കുന്നു എന്ന് അറിഞ്ഞ് അത് ഒഴിഞ്ഞിരിക്കും. എന്നിട്ട് പറയുന്നു, കർത്താവിന്റെ ദാസൻ ശണ്ടയിടാതെ എല്ലാവരോടും ശാന്തനും ഉപദേശിപ്പാൻ സമർത്ഥനും ദോഷം സഹിക്കുന്നവനുമായി അത്ര ഇരിക്കേണ്ടത്. അപ്പൊ ഏഴാമത്തെ ഉദാഹരണം ഇവിടെ പറയുന്നത്, ഹി മസ്റ്റ് ബി എ ഗുഡ് മിനിസ്റ്റർ, മസ്റ്റ് ബി എ ലോർഡ് സെർവന്റ്. കർത്താവിന്റെ ദാസനായിരിക്കും. അതിനെക്കുറിച്ച് ആദ്യം പറഞ്ഞിട്ട് പിന്നെ ബാക്കി കാര്യങ്ങൾ വിശദീകരിക്കാമെന്ന് ചിന്തിക്കുന്നു. എന്താണ് കർത്താവിന്റെ ദാസൻ എന്ന് പറയുന്നത്? അപ്പോസ്തലനായ പൗലോസ് തന്നെ റോമാലേഖനം എഴുതുമ്പോൾ അപ്പോസ്തലനായ പൗലോസ് പറയുന്നു, യേശു ക്രിസ്തുവിന്റെ ദാസനും സുവിശേഷത്തിനായി വിളിച്ച് വേർതിരിക്കപ്പെട്ട അപ്പോസ്തലനുമായ പൗലോസ് എഴുതുകയാണ്.
അപ്പൊ ഒന്നാമത് തന്റെ ഫസ്റ്റ് ക്രെഡൻഷ്യൽ അല്ലെങ്കിൽ ഫസ്റ്റ് എലിജിബിലിറ്റി എന്ന് പറയുന്നത്, തന്റെ ഒന്നാമത്തെ യോഗ്യത എന്ന് പറയുന്നത് താന് കർത്താവിന്റെ ദാസൻ എന്നുള്ളതാണ്. എന്താണ് ദാസൻ എന്നുള്ളത് കൊണ്ട് അർത്ഥമാക്കുന്നത്? ഡൂലോസ് എന്നുള്ള ഗ്രീക്ക് പദമാണ് ദാസൻ എന്നുള്ളതിന് ഉപയോഗിച്ചിരിക്കുന്നത്. ഡൂലോസ് എന്ന പദത്തിന്റെ അർത്ഥം അടിമ എന്നുള്ളതാണ്. അടിമ. ഒരു അടിമയെ കഴിഞ്ഞ എപ്പിസോഡിൽ നാം ചുരുക്കമായിട്ട് അതിനെക്കുറിച്ച് പറയുകയുണ്ടായി. ഒരടിമ ഒന്നുകിൽ വിലയ്ക്ക് വാങ്ങിയവനായിരിക്കും, അല്ലെങ്കിൽ വിലയ്ക്ക് വാങ്ങി ഏതെങ്കിലും അടിമയുടെ മകനായി യജമാനന്റെ ഭവനത്തിൽ ജനിച്ചവനായിരിക്കും. എന്നാൽ ന്യായപ്രമാണ വേദപുസ്തകത്തിന്റെ നിയമപ്രകാരം, പഴയ നിയമത്തിലെ നിയമപ്രകാരം ഒരു അടിമയെ 6 വർഷം സേവിച്ച ശേഷം അവനെ വിട്ടയക്കേണ്ടതായിട്ടുണ്ട്. പുറപ്പാട് പുസ്തകം 21-ാം അധ്യായത്തില് നാം ആ അടിമകളെ കുറിച്ചുള്ള 21-ാം അധ്യായത്തിന്റെ എബ്രായദാസനെ വിലയ്ക്ക് വാങ്ങുന്നതിനെ കുറിച്ചാണ് 21-ാം അധ്യായത്തില് പറയുന്നത്. ഒരു വിലയ്ക്ക് വാങ്ങിയാൽ 21-ാം അധ്യായത്തിന്റെ 1-ാമത്തെ വാക്യം ദൈവം മോശയോട് കൽപ്പിക്കുന്നതാണ്. ഒരു എബ്രായദാസനെ വിലയ്ക്ക് വാങ്ങിയാൽ 6 സംവത്സരം സേവിച്ചിട്ട് 7-ാം സംവത്സരത്തിൽ അവനൊന്നും കൊടുക്കാതെ സ്വതന്ത്രനായിട്ട് പോയിക്കൊള്ളട്ടെ. ഒരുത്തനെ വിലയ്ക്ക് വാങ്ങിയാൽ 6 വർഷത്തേക്ക് അവൻ ആ വീട്ടിൽ യജമാനെ സേവിക്കണം. 7-ാമത്തെ വർഷത്തിൽ അവനെ സ്വതന്ത്രയായിട്ട് വിട്ടയക്കണം. മാത്രമല്ല, പിന്നെ പറയുന്നു, ഏകനായി വന്നുവെങ്കിൽ ഏകനായി പോകട്ടെ, തനിച്ചാണ് വന്നെങ്കിൽ തനിച്ച് പൊക്കൊള്ളട്ടെ. ഇനിയും പറയുന്നു, അവന് ഭാര്യ ഉണ്ടായിരുന്നുവെങ്കിൽ ഭാര്യയെയും അവനോടുകൂടെ പോകട്ടെ, അവന്റെ ഭാര്യയെയും അവനോടുകൂടെ വിട്ടയക്കണം. അവന്റെ യജമാനൻ അവന് ഭാര്യയെ കൊടുക്കുകയും അവൾ അവന് പുത്രിമാരെയോ പ്രസവിക്കുകയും ചെയ്തിട്ടുണ്ടെങ്കിൽ ഭാര്യയും മക്കളും യജമാനൻ ഇരിക്കണം, അവൻ ഏകനായി പോകണം. എന്നിട്ട് പറയുന്നു, ഇനി 5-ാമത്തെ വാക്യം, അതാണ് പ്രധാനമായിട്ട് നാം ചിന്തിക്കേണ്ടത്. എന്നാൽ ദാസൻ, ഞാൻ എൻ്റെ യജമാനെയും എൻ്റെ ഭാര്യയെയും മക്കളെയും സ്നേഹിക്കുന്നു, ഞാൻ സ്വതന്ത്രനായി പോകയില്ല എന്ന് തീർത്തു പറഞ്ഞാൽ യജമാൻ അവനെ ദൈവസന്നിധിയിൽ കൂട്ടിക്കൊണ്ട് ചെന്ന് കതകിന്റെയോ കട്ടിളക്കാലിന്റെയോ അടുക്കൽ നിർത്തിയിട്ട് സൂചി കൊണ്ട് അവന്റെ കാത് കുത്തി തുളയ്ക്കണം. പിന്നെ അവൻ എന്നേക്കും അവന് ദാസനായിരിക്കണം. അപ്പോ പുറപ്പാട് പുസ്തകം 21-ാം അധ്യായത്തിന്റെ 1 മുതൽ 5 വരെയുള്ള വാക്യങ്ങളാണ് നാം വായിച്ചത്. ഇവിടെ പറയുകയാണ്, ഒരുത്തന് 6 വർഷം കഴിഞ്ഞാൽ 7-ാം വർഷത്തിൽ അവനെ സ്വതന്ത്രനായിട്ട് വിട്ടയക്കണം. 7-ാം വർഷത്തിൽ അവനെ വിട്ടയക്കുമ്പോൾ അവന് പോകുവാൻ മനസ്സില്ല. അവൻ പറയുകയാണ്, ഞാൻ ഈ യജമാനെ സേവിക്കുന്നു, ഇവന്റെ അടുക്കൽ നിന്ന് പോകുവാൻ എനിക്ക് മനസ്സില്ല, ഈ യജമാനെ ഞാൻ തുടർന്നും സേവിച്ചു കൊള്ളാം എന്ന് പറഞ്ഞാൽ അവനെ കട്ടിളക്കാലിന്റെയോ കതകിന്റെയോ അടുക്കൽ നിർത്തിയിട്ട് സൂചി കൊണ്ട് അവന്റെ കാത് തുളയ്ക്കണം, കുത്തി തുളയ്ക്കണം. അത് ഒരടയാളമായിട്ടാണ്. കാത് തുളച്ചാൽ അതിന്റെ അർത്ഥം ആ യജമാനൻ അവൻ എന്നേക്കും ദാസനായിരിക്കാൻ യജമാനൻ വില കൊടുത്ത് വാങ്ങിയത് കൊണ്ടല്ല, മാത്രമല്ല അവൻ സ്വമേധയാ യജമാനന്റെ സേവയ്ക്കായി സമർപ്പിക്കുന്നവനായിരിക്കണം. അതേ പദം തന്നെയാണ് ഇവിടെ കർത്താവിന്റെ ദാസൻ എന്നുള്ളത് കൊണ്ട് ഉപയോഗിക്കുന്നത്. പൗലോസ് ആ അർത്ഥത്തിലാണ് ഡൂലോസ് എന്ന പദം റോമാലേഖനത്തിലും ഫിലിപ്പിയ ലേഖനം 1-ാം അധ്യായത്തിലും ഞാൻ യേശുക്രിസ്തുവിന്റെ ദാസനാണെന്ന് പറയുന്നു. നമുക്കറിയാം, കൊരിന്ത്യർ ലേഖനം 1 കൊരിന്ത്യർ 6-ാം അധ്യായം അതിന്റെ അവസാനത്തെ വാക്യങ്ങളിൽ പറയുന്നു, നിങ്ങളെ വിലയ്ക്ക് വാങ്ങിയിരിക്കാൽ നിങ്ങൾ താന്താങ്ങൾക്കുള്ളവരല്ല എന്ന് അറിയുന്നില്ലയോ? അതുകൊണ്ട് നിങ്ങൾ പരിശുദ്ധാത്മാവിന്റെ ശരീരം കൊണ്ട് ദൈവത്തെ മഹത്വപ്പെടും. പരിശുദ്ധാത്മാവിന്റെ മന്ദിരമാകുന്നു നിങ്ങളുടെ ശരീരമെന്നും നിങ്ങളെ വിലയ്ക്ക് വാങ്ങിയിരിക്കാൽ നിങ്ങൾ താന്താങ്ങൾക്കുള്ളവരല്ല എന്നും അറിയുന്നില്ലയോ? ആകയാൽ നിങ്ങളുടെ ശരീരം കൊണ്ട് ദൈവത്തെ മഹത്വപ്പെടുത്തുവിൻ. അപ്പൊ ദൈവം ഒരു വലിയ വില കൊടുത്താ വാങ്ങിയത്. പത്രോസിന്റെ ലേഖനത്തിൽ പറയുന്നു, നിങ്ങളെ വീണ്ടെടുത്തിരിക്കുന്നത് പൊന്ന് വെള്ളി മുതലായ അഴിഞ്ഞു പോകുന്ന വസ്തുക്കളെ കൊണ്ടല്ല, ക്രിസ്തു എന്ന നിർദോഷവും നിഷ്കളങ്കവുമായ കുഞ്ഞാടിന്റെ വിലയേറിയ രക്തം കൊണ്ടത്ര. അപ്പൊ ഗോഡ് ഹാസ് ഗിവൺ എ ഗ്രേറ്റ് പ്രൈസ് ടു റെഡീം us. ദൈവം ഒരു വലിയ വില കൊടുത്തിട്ടാണ് നമ്മെ വീണ്ടെടുത്തത്. വില കൊടുത്ത് നമ്മെ വീണ്ടെടുത്തത് കൊണ്ട്, നമ്മളെ വിലയ്ക്ക് വാങ്ങിയത് കൊണ്ട് നമ്മൾ നമ്മുടെ സ്വന്തമല്ല, കർത്താവിന്റെ വകയാണ്. കർത്താവിന്റെ വക എന്ന് പറയുമ്പോൾ അവിടെ പ്രത്യേകിച്ച് പറയുന്നത് നിങ്ങളുടെ ശരീരം കൊണ്ട്. മാഗ്നിഫൈ ദ ലോർഡ് ഇൻ യുവർ വിത്ത് യുവർ ബോഡി. നിങ്ങളുടെ ശരീരം കൊണ്ട് കർത്താവിനെ മഹത്വപ്പെടുത്തും. ഈ ശരീരം കൂടെയാണ് നമ്മെ വിലയ്ക്ക് വാങ്ങി എന്ന് പറയുമ്പോൾ ഈ ലോകത്തിൽ കർത്താവിനെ മഹത്വപ്പെടുത്തുവാൻ
നമ്മെ വിലയ്ക്ക് വാങ്ങിയിരിക്കുകയാണ്. അതാണ് പൗലോസ് അപ്പോസ്തലൻ ഇവിടെ ഉപയോഗിച്ചിരിക്കുന്ന കർത്താവിന്റെ ദാസൻ എന്ന് പറയുമ്പോൾ കർത്താവ് വീണ്ടെടുത്ത് വിലയ്ക്ക് വാങ്ങിയതായിട്ടുള്ള കർത്താവിന്റെ ദാസൻ. അവൻ എന്നേക്കും ഒരു ബോൺ സെർവന്റ് ആയിട്ട് യജമാൻ എന്നെ വില കൊടുത്ത് വാങ്ങിയത് കൊണ്ട് മാത്രമല്ല, ഈ യജമാനെ ഞാൻ സ്നേഹിക്കുന്നത് കൊണ്ട് ഞാൻ എന്നേക്കും അവന്റെ ദാസനായിരിക്കുമെന്ന് പറയുന്ന പ്രകാരം എന്നേക്കും കർത്താവിനായിട്ട് സമർപ്പിക്കപ്പെട്ടവൻ ആയിരിക്കണം എന്ന് പൗലോസ് അപ്പോസ്തലൻ 7ാമത്തെ ഉദാഹരണത്തിലൂടെ അവിടെ ഓർമ്മപ്പെടുത്തുന്നത് നമുക്ക് കാണുവാനായിട്ട് കഴിയും. മാത്രമല്ല റോമാലേഖനം 6ാം അധ്യായത്തിലും പറയുന്നു, നിങ്ങളുടെ ശരീരങ്ങളെ, അവിടെ ശരീരത്തെ കുറിച്ച് പ്രത്യേകം പറയുന്നുണ്ട്. നിങ്ങളുടെ ശരീരത്തെ ഒരു കാലത്ത് നിങ്ങൾ പാപത്തിന് അടിമകളായി, അനീതിയുടെ ആയുധങ്ങളായി നിങ്ങളുടെ ശരീരങ്ങളെ, നിങ്ങളുടെ അവയവങ്ങളെ ഉപയോഗിച്ചു. എന്നാൽ നിങ്ങൾ ഇനി വിലയ്ക്ക് വാങ്ങിയിരിക്കുന്നത് കൊണ്ട് നിങ്ങൾ നീതിക്ക് അടിമകളായിരിക്കുന്നു. നീതിക്കായിട്ട് നിങ്ങളുടെ ശരീരത്തെ, നിങ്ങളുടെ അവയവങ്ങളെ സമർപ്പിപ്പീൻ എന്ന് പറയുന്നു. അപ്പൊ ഒരു ദൈവത്തിന്റെ ദാസൻ, ഡൂലോസ് എന്നുള്ള പദം എന്ന് പറയുന്ന കർത്താവിന്റെ ദാസൻ അപ്രകാരമായിരിക്കണം. അവൻ ദൈവത്തിന്റെ ഇഷ്ടം ചെയ്യുവാൻ തന്നെത്താൻ എന്നേക്കുമായി കർത്താവിന് സമർപ്പിക്കപ്പെട്ടവനായിരിക്കണം എന്നാണ് പൗലോസ് അപ്പോസ്തലൻ ഇവിടെ 7ാമത്തെ ഉദാഹരണത്തിലൂടെ കർത്താവിന്റെ ദാസൻ എന്ന് പറയുമ്പോൾ ഇവിടെ തീമത്തിയോസിനെ ഓർമ്മിപ്പിക്കുന്നത്. തീമത്തിയോസിനെ മാത്രമല്ല, എല്ലാവർക്കും ബാധകമായ 7 ഉദാഹരണങ്ങളാണ് പൗലോസ് അപ്പോസ്തലൻ 2ാം അധ്യായത്തിൽ പറയുന്ന. ഒരു ഗുഡ് സ്റ്റിവാർഡ്, നല്ല കാര്യവിചാരകൻ; 2ാമത് ഒരു നല്ല ഭടൻ, ഒരു ഗുഡ് സോൾജിയർ; 3ാമത് ഒരു ഗുഡ് അത്ലറ്റ്, നല്ലൊരു ഓട്ടക്കാരൻ; 4ാമത് ഒരു ഗുഡ് ഫാർമർ, ഒരു നല്ല കൃഷിക്കാരൻ; 5ാമതായിട്ട് ഒരു സ്കിൽഡ് വർക്ക്മാൻ, അപ്രൂവ്ഡ് ബൈ ഗോഡ്, ദൈവത്താൽ അംഗീകരിക്കപ്പെട്ട, ദൈവത്തിന് സമ്മതനായ, സത്യവചനത്തെ യഥാർത്ഥമായി പ്രസംഗിക്കുന്ന ഒരു നല്ല വേലക്കാരൻ; 6ാമതായിട്ട് പറയുന്നു ഒരു മാനപാത്രം, യജമാനന് ഉപയോഗമുള്ള, സ്വയം വെടിപ്പാക്കുന്ന, തന്നെത്താൻ വെടിപ്പാക്കുന്ന, യൗവന മോഹങ്ങളെ വിട്ടോടുന്ന, ജഡത്തിന്റെ മോഹങ്ങളെ വിട്ടോടി യജമാനന് നിറയ്ക്കുവാൻ ഏൽപ്പിച്ചു കൊടുക്കുന്ന, യജമാൻ എപ്പോഴും ഉപയോഗയോഗ്യമായ മാനപാത്രങ്ങളായിരിക്കണമെന്ന് പറയുന്നു. ഇവിടെ പറയുന്നു യജമാനായിട്ട് പൂർണ്ണമായിട്ട് സമർപ്പിക്കപ്പെട്ട, യജമാനെ സ്നേഹിക്കുന്നത് കൊണ്ട്, വീണ്ടെടുത്തത് കൊണ്ട് ദാസനാണ്, എന്നാൽ സ്നേഹിക്കുന്നത് കൊണ്ടും എന്നേക്കും ദാസനായി സ്വയം സമർപ്പിക്കപ്പെട്ടവൻ ആയിരിക്കണം എന്ന് പറയും. ഒരു നല്ല സഭാ ശുശ്രൂഷകൻ, ഒരു ഗുഡ് മിനിസ്റ്റർ, സഭാ ശുശ്രൂഷകൻ മാത്രമല്ല, എല്ലാവരും, എല്ലാ ദൈവമക്കളും അങ്ങനെ ആയിരിക്കണമെന്നാണ് ദൈവം ആഗ്രഹിക്കുന്നത്. എന്നാൽ ഇവിടെ നാം കാണേണ്ട മറ്റൊരു കാര്യം, ഇവിടെ പറയുന്നു കർത്താവിന്റെ ദാസൻ ശണ്ടയിടാതെ, അവൻ വഴക്ക് കൂടുന്നവനായിരിക്കരുത്. ഇംഗ്ലീഷ് ബൈബിളില് വാക്യം പറയുന്നത് and the Lord's servant must not quarrel, instead he must be kind to everyone. വഴക്കുണ്ടാക്കുന്നവനാകരുത്, ശണ്ടയിടുന്നവനാകരുത് കർത്താവിന്റെ ദാസൻ. മാത്രമല്ല, he must be kind to everyone, എല്ലാവരോടും ദയ കാണിക്കുന്ന, കനിവുള്ളവനായിരിക്കണം എന്ന് പറയുന്നു. നമ്മള് തീമത്തിയോസിന്റെ ലേഖനം പഠിച്ചപ്പോഴ് ഓർമ്മിപ്പിച്ചല്ലോ, തുടക്കത്തിൽ തന്നെ അപ്പോസ്തലനായ പൗലോസ് തീമത്തിയോസിനെ ഓർമ്മിപ്പിക്കുന്നുണ്ട്. 2ാമത്തെ വാക്യത്തില്, പിതാവായ ദൈവത്തിങ്കൽ നിന്നും നമ്മുടെ കർത്താവായ യേശുക്രിസ്തുവിങ്കിൽ നിന്നും നിനക്ക് കൃപയും കനിവും സമാധാനവും ഉണ്ടാകട്ടെ. ഈ ഇടയലേഖനങ്ങളിൽ പ്രത്യേകിച്ച് തീമത്തിയോസിന് എഴുതുമ്പോഴാ പറയുന്നത്, കൃപയും സമാധാനവും ഒന്നും മാത്രമേ സാധാരണ ലേഖനങ്ങളുടെ തുടക്കത്തിൽ പൗലോസ് അപ്പോസ്തലൻ ഗ്രീറ്റിംഗ്സിന്റെ കൂടെ എഴുതാറുള്ളൂ. എന്നാൽ ഇവിടെ പറയുന്ന കൃപയും കനിവും സമാധാനവും ഉണ്ടാകട്ടെ. അതിന്റെ അർത്ഥം എന്താണ്? ദൈവത്തിങ്കൽ നിന്ന് ഒരു ശുശ്രൂഷകൻ കനിവ് പ്രാപിക്കുന്നവനായിരിക്കണം. കനിവ് പ്രാപിച്ചെങ്കിലേ അവന് കനിവ് അല്ലെങ്കിൽ ദയ കൊടുക്കുവാനായിട്ട് കഴിയുകയുള്ളൂ. ഇവിടെ പറയുകയാണ് കർത്താവിന്റെ ദാസൻ ഹി മസ്റ്റ് നോട്ട് ക്വാറൽ വിത്ത് എവരി വൺ, എല്ലാവരോടും ശണ്ടയിടുന്നവനായിരിക്കരുത്, ബട്ട് ഹി മസ്റ്റ് ബി കൈൻഡ് ടു എവരി വൺ, എല്ലാവരോടും ദയ കാണിക്കുന്നവനായിരിക്കണം എന്ന് പറയുന്നു. പിന്നെ പറയുന്നു അവന് ശാന്തനായിരിക്കണം. 24 ഇംഗ്ലീഷിലെ പറയുന്നു ഹി മസ്റ്റ് ബി കൈൻഡ് ടു എവരി വൺ, ഏബിൾ ടു ടീച്ച്, നോട്ട് റിസെൻഫുൾ. അവന് അതിന് പകരം ശണ്ടയിടാതെ ശാന്തനായിരിക്കണം, എല്ലാവരോടും കനിവ് കാണിക്കുന്നവനും ശാന്തനും ഉപദേശിപ്പാൻ സമർത്ഥനും ദോഷം സഹിക്കുന്നവനും എന്നാണ് മലയാളത്തിൽ പറയുന്നത്. എന്താ റിസെൻഫുൾ, ഹി മസ്റ്റ് നോട്ട് ബി റിസെൻഫുൾ എന്നാ പറയുന്നത്. എന്ന് പറഞ്ഞാൽ അവന് എന്താ അതിർത്തി, നീരസം കാണിക്കുന്നവനായിരിക്കും എന്നുള്ളതാണ് അവിടെ പ്രധാനമായിട്ട് ഉദ്ദേശിക്കുന്നത്. ഒരു സഭാ ശുശ്രൂഷകൻ
നീരസ മനോഭാവത്തോടു കൂടെ ഒരു വ്യക്തിയോട്, തൻ്റെ ശുശ്രൂഷയിലുള്ള ഒരു വ്യക്തിയോട് ഇടപെട്ടാൽ ആ ശുശ്രൂഷകനിൽ നിന്നും ആ വ്യക്തി അകന്നു പോകുന്നവനായിരിക്കും. എന്നാൽ സ്നേഹത്തോട് ചേർത്ത് പിടിക്കുന്ന, ദയവോട് ചേർത്ത് പിടിക്കുന്നവനായിരിക്കണം എന്നുള്ളതാണ് അവിടെ ഉദ്ദേശിക്കുന്നതെന്ന്. അവൻ ചണ്ട വഴക്ക് കൂടുന്നവനായിരിക്കരുത്. ഹി മസ്റ്റ് നോട്ട് ബി ക്വാറൽസം, റാദർ ഹി മസ്റ്റ് ബി ജെന്റിൽ ഓർ മീക്ക്. അവൻ സൗമ്യനും ശാന്തനും ആയിരിക്കണം. പിന്നെ പറയുന്നു, അവന് ഉപദേശിപ്പാൻ സമർത്ഥനായിരിക്കണം. ഏബിൾ ടു ടീച്ച് അതേഴ്സ്. അത് 2-ാം അധ്യായത്തിന്റെ തുടക്കത്തിൽ തന്നെ പറയുന്നുണ്ട്. വിശ്വസ്ത മനുഷ്യരെ ഭരമേൽപ്പിക്കുമ്പോൾ മറ്റുള്ളവരെ ഉപദേശിപ്പാൻ സമർത്ഥരായ വിശ്വസ്ത, പഠിപ്പിക്കുവാൻ കഴിവുള്ളവനായിരിക്കണം. എല്ലാവരും ജനിക്കുമ്പോഴേ പഠിപ്പിക്കാനുള്ള കഴിവ് കൊണ്ട് ജനിക്കുന്നവരല്ല. എന്നാൽ പഠിപ്പിക്കുവാനുള്ള കഴിവ് ദൈവം കൊടുക്കുന്ന ഒരു ദാനമാണ്, ഒരു ഗിഫ്റ്റാണ്. അത് ദൈവം ഒരു ദൈവ പൈതലിനെ വിളിക്കുമ്പോൾ അവന് കൊടുക്കും. ഹി മസ്റ്റ് ബി ഏബിൾ ടു ടീച്ച് അതേഴ്സ് ആൻഡ് ഓൾസോ ഹി മസ്റ്റ് നോട്ട് ബി റിസെന്റ്ഫുൾ. അവനെ നീരസം കാണിക്കുന്നവനോ അതൃപ്തനായിട്ട് തന്റെ വേല ചെയ്യുന്നവനോ ആയിരിക്കരുത് എന്ന് പറയുന്നു. പിന്നെ പറയുന്നു, വിരോധികൾക്ക് ദൈവം സത്യത്തിന്റെ പരിജ്ഞാനത്തിനായി മാനസാന്തരം നൽകുമോ എന്നും, പിശാചിനാൽ പിടിപെട്ട് കുടുങ്ങിയവരാകിയാൽ അവർ സുബോധം പ്രാപിച്ച് അവന്റെ കണിയിൽ നിന്ന് ഒഴിഞ്ഞ് ദൈവേഷ്ടം ചെയ്യുമോ എന്നും വെച്ച് അവരെ സൗമ്യതയോടെ പഠിപ്പിക്കേണ്ടതുമാകുന്നു. ഞാൻ ഇംഗ്ലീഷിൽ ആ വാക്യം തുടർന്നും വായിക്കാം. 25-ാമത്തെ വാക്യം, 24 നാം വായിച്ചല്ലോ. ദോസ് ഹു ഒപ്പോസ് ഹിം, അവനെ എതിർക്കുന്നവരോട് ഹി മസ്റ്റ് ജെന്റിലി ഇൻസ്ട്രക്ട്. സൗമ്യതയോട് അവനെ തന്നെ എതിർക്കുന്നവരെ പഠിപ്പിക്കണം. എന്തുകൊണ്ടാണ് അങ്ങനെ ചെയ്യണം? ഇൻ ദ ഹോപ്പ് ദാറ്റ് ഗോഡ് വിൽ ഗ്രാന്റ് ദം റിപ്പൻഡൻസ്. ദൈവം അവർക്ക് ഒരു അനുതാപം കൊടുക്കും എന്നുള്ള ചിന്തയോട്, ആ പ്രത്യാശയോട് അവരെ ശാന്തമായി തന്നെ എതിർക്കുന്നവരെ പഠിപ്പിക്കുന്നവനായിരിക്കണം. പിന്നെ പറയുന്നു, ലീഡിങ് ദം ടു എ നോളജ് ഓഫ് ദ ട്രൂത്ത്. ദൈവം അവർക്ക് സത്യത്തിന്റെ പരിജ്ഞാനവും അനുതാപവും കൊടുക്കുമെന്നുള്ള പ്രത്യാശയോട്. ആൻഡ് ദാറ്റ് ദേ വിൽ കം ടു ദെയർ സെൻസസ് ആൻഡ് എസ്കേപ്പ് ഫ്രം ദ ട്രാപ്പ് ഓഫ് ദ ഡെവിൾ. അങ്ങനെ ദൈവം അവർക്ക് സത്യത്തിന്റെ പരിജ്ഞാനവും അനുതാപവും കൊടുത്താൽ അവരെ ആദ്യം പിശാചിന്റെ കുടുക്കിൽ നിന്നും, പിശാചിന്റെ കണിയിൽ നിന്നും, പിശാച് വെച്ചിരിക്കുന്ന വലയിൽ നിന്നും അവർ വിടുവിക്കപ്പെടുകയും അവരെ സുബോധം പ്രാപിക്കുകയും, they will come back to their senses, അവരെ സുബോധം പ്രാപിക്കുകയും ചെയ്യും എന്നുള്ള പ്രത്യാശയോടെ, അവരോട് അതൃപ്തി കാണിക്കാതെ, നീരസം കാണിക്കാതെ, അവര് ദൈവസന്നിധിയിലേക്ക് കടന്നു വരുമെന്നുള്ള പ്രത്യാശയോട് അവരെ സൗമ്യതയോടെ പഠിപ്പിക്കുന്നവനായിരിക്കണം കർത്താവിന്റെ ദാസൻ അല്ലെങ്കിൽ സഭാ ശുശ്രൂഷകൻ എന്ന് അപ്പോസ്തലനായ പൗലോസ് തീമോഥെയോസിനെ ഓർമ്മിപ്പിക്കുകയാണ്. അതിന്റെ മലയാളം പരിഭാഷ കുറച്ചൊരു ഫ്രീ ആയിട്ട് ഇപ്രകാരമാണ്: കർത്താവിന്റെ ദാസൻ ആരോടും വഴക്ക് കൂടാതെ എല്ലാവരോടും ദയാപൂർവം ഇടപെടണം. കർത്താവിന്റെ ദാസൻ അതൃപ്തി കാട്ടാതെ, നീരസം കാട്ടാതെ മറ്റുള്ളവരെ പഠിപ്പിക്കുവാൻ കഴിവുള്ളവനായിരിക്കണം. പിന്നെ അവനെ എതിർക്കുന്നവരെയും കർത്താവ് അനുതാപത്തിലേക്കും സത്യത്തിന്റെ പരിജ്ഞാനത്തിലേക്കും വഴി നടത്തുകയും അവര് പിശാചിന്റെ കെണിയിൽ നിന്ന് വിടുവിക്കപ്പെട്ട് സുബോധം പ്രാപിച്ച് ദൈവ ഇഷ്ടം ചെയ്യുവാൻ ഇടയാകും എന്നുള്ള പ്രത്യാശയോടെ അവരെ സൗമ്യതയോടെ പഠിപ്പിക്കുന്നവനും ആയിരിക്കണം കർത്താവിന്റെ ദാസൻ. പ്രിയമുള്ളവരെ, എത്ര വലിയൊരു ഉത്തരവാദിത്തമാണ് ഒരു ദൈവദാസന്, ഒരു കർത്താവിന്റെ ശുശ്രൂഷകന് ഉള്ളതെന്ന് നാം ഇവിടെ മനസ്സിലാക്കേണ്ടതായിട്ടുണ്ട്. എത്ര വലിയൊരു ഉത്തരവാദിത്വം! ഈ 7-ാമത്തെ ഉപമാനത്തിലൂടെ, കർത്താവിന്റെ ദാസൻ എന്ന് പറയുന്നതിലൂടെ പൗലോസ് അപ്പോസ്തലൻ ഓർമ്മിപ്പിക്കുന്ന കാര്യം, സഭാ ശുശ്രൂഷന്റെ ഗുണത്തെക്കുറിച്ച് 1 തീമോഥെയോസ് 3:3 നാം വായിക്കുന്നുണ്ട്. 1 തീമോഥെയോസ് 3:3 ഡീക്കൻസിന്റെ ഓവർസിയേഴ്സിന്റെ, എൽഡേഴ്സിന്റെ ഗുണത്തെക്കുറിച്ച് പറയുമ്പോൾ മദ്യപ്രിയനും തല്ലുകാരനും അരുത്, ശാന്തനും കലഹിക്കാത്തവനും ദ്രവ്യാഗ്രഹം ഇല്ലാത്തവനും, അത്രയും മതി. അപ്പോ ഒരു എൽഡറിന്റെ ഗുണവിശേഷം, ഒരു സഭാ ശുശ്രൂഷന്റെ ഗുണവിശേഷം എന്ന് പറയുന്നത് അതിന് മുകളിലും പറഞ്ഞിട്ടുണ്ട്. എന്നാൽ 3-ാം വാക്യത്തിൽ പറയുന്നു, മദ്യപ്രിയനും തല്ലുകാരനും അരുത്, ശണ്ടയിടുന്നവനായിരിക്കരുത്, വഴക്ക് കൂടുന്നവനായിരിക്കരുത്, ശാന്തനും കലഹിക്കാത്തവനും ദ്രവ്യാഗ്രഹം ഇല്ലാത്തവനും ആയിരിക്കണം. അത് തന്നെയാണ് ഇവിടെയും ഓർമ്മിപ്പിക്കുന്നത്. ഒരാളിനെ പഠിപ്പിക്കുമ്പോൾ അവരോടൊരു തർക്കത്തിൽ ഏർപ്പെട്ടാൽ തർക്കം കൊണ്ട് ആരെയും നേടുവാനായിട്ട് കഴിയുകയില്ല. തർക്കത്തിന്റെ അവസാനത്തിൽ
തർക്കിച്ച് അങ്ങ് അകന്ന് പോകുവാനേ കഴിയത്തുള്ളൂ. അതുകൊണ്ടാണ് പൗലോസ് അപ്പോസ്തലന് 2-ാം അധ്യായത്തിൽ തന്നെ പറയുന്നുണ്ട്, കേൾക്കുന്നവരെ മറിച്ച് കളയുന്നതിനല്ലാതെ ഒന്നിനും കൊള്ളാത്ത വാഗ്വാദം. 14-ാമത്തെ വാക്യം പറയുന്നു, കേൾക്കുന്നവരെ മറിച്ച് കളയുന്നതിനല്ലാതെ ഒന്നിനും കൊള്ളാത്ത വാഗ്വാദം ചെയ്യാതിരിക്കണമെന്ന് കർത്താവിനെ സാക്ഷിയാക്കി അവരെ. അപ്പോ ഒരു കർത്താവിന്റെ ദാസൻ, ഒരു ശുശ്രൂഷകൻ, കുറച്ചു പേരോട് തർക്കിച്ച് ജയിക്കുവാനായിട്ട് പോകുന്ന ആളായിരിക്കും. പലപ്പോഴും പറ്റുന്ന ഒരു വലിയ മടയത്തരം അതാണ്. ഞാൻ പറയുന്ന കാര്യം തർക്കിച്ചോ വാദിച്ചോ സ്ഥാപിക്കാമെന്ന് ചിന്തിക്കുന്നെങ്കിൽ അതിനോളം മടയത്തരം. എന്നാൽ സൗമ്യതയോടെ എതിർക്കുന്നവരായിരിക്കും, തർക്കിക്കുന്നവരായിരിക്കും, വളരെ ദേഷ്യത്തോടെ കോപത്തോടെ ഇടപെടുന്നവരായിരിക്കും. എന്നാൽ കർത്താവിന്റെ ദാസൻ വളരെ സൗമ്യതയോടെ അവരെ പഠിപ്പിക്കും. എന്തുകൊണ്ടാണ്? അവരിപ്പോ ഒന്നുകിൽ നമ്മോട് ദേഷ്യപ്പെടുന്നത്, നമ്മെ എതിർക്കുന്നത്, അവർ പിശാചിന്റെ കെണിയിൽ കുടുങ്ങിപ്പോയിരിക്കുന്നത് കൊണ്ടാണ്. പിശാചിനെ കുറിച്ച് യോഹന്നാന്റെ സുവിശേഷം 8-ാം അധ്യായത്തിൽ നാം വായിക്കുന്നു, അവൻ ഫോഷ്ക് പറയുന്നവനും ഫോഷ്കിന്റെ അപ്പനും ആകുന്നു. ഹീസ് ദ ഫാദർ ഓഫ് ഓൾ ലൈസ്. അപ്പോ ഒത്തിരി കള്ളങ്ങള് പിശാച് ഇവരുടെ എല്ലാം ഹൃദയത്തിൽ കയറ്റി കൊടുത്തിട്ടുണ്ട്. അതുകൊണ്ട് ആ കള്ളങ്ങളിൽ വിശ്വസിച്ചുകൊണ്ടാണ് അവർ പലപ്പോഴും തർക്കത്തിൽ ഏർപ്പെടുന്നത്. ഇവിടെ ഉപയോഗിച്ചിരിക്കുന്ന ഒരു വാക്ക് സുബോധം പ്രാപിച്ച് എന്നാണ്. സുബോധം പ്രാപിക്കും. നമുക്കറിയാം, ഒരു വ്യക്തി സുബോധം പ്രാപിക്കണമെങ്കിൽ ഒന്നുകിൽ ആ വ്യക്തിക്ക് ഭ്രാന്ത് വേണം. ഇവിടെ ഉപയോഗിച്ചിരിക്കുന്ന പദം മദ്യം കൊണ്ട് സുബോധമില്ലാതായി തീരുന്ന വ്യക്തി സുബോധം പ്രാപിക്കുന്നതിനെ കുറിച്ചാണ് ഇവിടെ പറയുന്നത്. പിശാചിന്റെ കള്ളമെല്ലാം കൂടെ കുടിച്ച് മനുഷ്യര് ബോധം നഷ്ടപ്പെട്ട അവസ്ഥയിൽ ലോകത്തിന്റെ ഉല്ലാസങ്ങളും ജഡമോഹങ്ങളും ഒക്കെ പിശാച് കാട്ടി, പിശാചിന്റെ വ്യാജത്തിൽ ആകർഷിക്കപ്പെട്ട് ആളുകളെ തെറ്റിപ്പോകുമ്പോൾ, അവര് യഥാർത്ഥ വചനം പറയുമ്പോൾ, സത്യവചനം പറയുമ്പോൾ, ഉപദേശിക്കുമ്പോൾ അവർ പലപ്പോഴും കോപിഷ്ഠരാകും. അവരുടെ സുഖ സൗകര്യങ്ങളോ അല്ലെങ്കിൽ അവരെ കുറ്റപ്പെടുത്താൻ ചെന്നതായിട്ടോ അല്ലെങ്കിൽ അവരോടുള്ള അസൂയ കൊണ്ട് സംസാരിക്കുന്നതായിട്ടോ പലപ്പോഴും അവർക്ക് തോന്നും. അതുകൊണ്ട് തന്നെ അവര് സുവിശേഷം പറയുന്നവരോട് എതിർക്കും. അങ്ങനെയുള്ളപ്പോൾ അതുകൊണ്ടാണ് പറഞ്ഞത്, സൗമ്യതയോടെ, കലഹിക്കുന്നവനായിരിക്കരുത്, ശണ്ടയിടരുത്. അവര് പിശാചിന്റെ കെണിയിലാണെന്ന് മനസ്സിലാക്കി അവരെ സൗമ്യതയോടെ ഉപദേശിക്കുമ്പോൾ അവർ സത്യത്തിന്റെ പരിജ്ഞാനം പ്രാപിച്ച് അനുദപിച്ച് ദൈവസന്നിധിയിലേക്ക് വന്ന് ദൈവഹിതം ചെയ്യുന്നവരായി തീരും എന്നുള്ള വലിയ പ്രത്യാശയോടെ അവരെ സൗമ്യതയോടെ ഉപദേശിക്കുന്നവരായിരിക്കും. പലപ്പോഴും നാം കലഹിക്കുന്നവരെ, എതിർക്കുന്നവരെ അവനവന്റെ പോക്കിന് പോട്ട് എന്നുള്ള ഒരു മനോഭാവത്തോട് തള്ളിക്കളയുന്നവർ. വി ഷുഡ് നോട്ട് ഇഗ്നോർ പീപ്പിൾ. അത് വളരെ വ്യക്തമായിട്ട് പറയുന്നു. പ്രത്യേകിച്ചും ഒരു സഭയിൽ തന്നെ വഴക്ക് ഉണ്ടാക്കുന്നവരോട് അകന്നു നിൽക്കാനാണ് സഭാ ശുശ്രൂഷകർ പലപ്പോഴും ശ്രമിക്കാറുള്ളത്. അവനെ ഉപദേശിച്ചിട്ട് ഗുണമൊന്നുമില്ല, അവൻ പോട്ട് എന്നുള്ള നിലയിൽ ആളുകളെ തള്ളിക്കളയും. പക്ഷെ ഇവിടെ വളരെ വ്യക്തമായിട്ട് പറയുന്നു, അങ്ങനെ ആരെയും തള്ളിക്കളയരുത്. നമുക്ക് അവർക്ക് വേണ്ടി പ്രാർത്ഥിക്കാനായിട്ട് കഴിയും. മാത്രമല്ല, അവർ സുബോധം പ്രാപിച്ച് പിശാചിന്റെ കെണിയിൽ അവരിപ്പോൾ കുടുങ്ങിക്കിടക്കുന്നത് കൊണ്ടാണ് അവരെ ഇത്ര എതിർക്കുന്നവരും കോപാലുക്കളും കോപിഷ്ഠരും ഒക്കെ ആയിരിക്കുന്നത്. എന്നാൽ അവര് അതിൽ നിന്ന് വിടുതൽ പ്രാപിച്ച് സത്യത്തിന്റെ പരിജ്ഞാനം പ്രാപിച്ച് അനുദപിച്ച് ദൈവേഷ്ടം ചെയ്യുന്നവരായി തീരും എന്നുള്ള പ്രത്യാശയോട് അവരെ സൗമ്യതയോടെ ഉപദേശിക്കണം എന്ന് പറയുന്നു. അപ്പോ ദേ വിൽ കം ബാക്ക് ടു ദെയർ സെൻസസ് എന്നുള്ളതാണ് സുബോധം പ്രാപിക്കുക എന്നുള്ളതിന് ഉപയോഗിച്ചിരിക്കുന്ന വാക്ക്. ദേ വിൽ കം ബാക്ക് ടു ദെയർ സെൻസസ്. അവര് സുബോധത്തിലേക്ക് മടങ്ങി വരും. വേദപുസ്തകത്തില് കർത്താവ് പറഞ്ഞ ലൂക്കോസിന്റെ സുവിശേഷം 15-ാം അധ്യായത്തിലെ മുടിയൻ പുത്രന്റെ ഉപമയിൽ നാം ഇതേ വാക്യം തന്നെ വായിക്കുന്നു. മുടിയൻ പുത്രൻ തന്റെ അപ്പനോട് തനിക്കുള്ള പങ്കെല്ലാം വീതമെല്ലാം ചോദിച്ചു വാങ്ങിച്ച് അത് കൊണ്ടുപോയി എല്ലാം കണ്ടമാനം ദുരുപയോഗം ചെയ്ത് അവസാനം ഭക്ഷണം പോലും കഴിക്കാനില്ലാതെ പന്നിയെ തീറ്റുന്ന ജോലിയിൽ ഏർപ്പെടുമ്പം പന്നി തിന്നുന്ന വാളവര കൊണ്ട് വിശപ്പടക്കുവാൻ ആഗ്രഹിച്ചപ്പോൾ അതുപോലും കിട്ടാതെ വന്നപ്പോൾ അവിടെയാണ് പറയുന്നത് അവന് സുബോധം വന്നപ്പോൾ. അപ്പോ എല്ലാ വ്യക്തികളും ആദ്യം പിശാചിന്റെ കണിയിൽ അകപ്പെട്ട് മുടിയൻപുത്രൻ ചെയ്തതുപോലെ അവൻ പിശാചിന്റെ കെണിയിൽ അകപ്പെട്ട് അപ്പനിൽ നിന്ന് അകന്നു പോകുവാനായിട്ട് അവന് തനിക്കുള്ളതെല്ലാം വാങ്ങിച്ചു കൊണ്ടുപോയി വളരെ മോശമായി ചെലവഴിച്ച് ഒന്നുമില്ലാത്തവനായി തീർന്നപ്പോഴാണ് he came back to his senses. അവൻ സുബോധത്തിലേക്ക് മടങ്ങി വന്നതായിട്ട് നാം കാണുന്നു. അതുപോലെ പ്രിയമുള്ളവരെ, നമ്മുടെയൊക്കെ കൂടി വരവുകളിൽ എതിർക്കുന്നവർ കാണും, വളരെ ശക്തമായി വിമർശിക്കുന്നവരും
വാദിക്കുന്നവരും ഒക്കെ കാണും. അവരെ തള്ളിക്കളയാം, അവനവന്റെ പോക്കിന് പോട്ടെ, അവനെ ഇനിയും ഉപദേശിച്ച് ഗുണപ്പെടുത്താനൊന്നും പറ്റത്തില്ല എന്ന് പറഞ്ഞ് തള്ളിക്കളയുന്ന ഒരു മനോഭാവം പലപ്പോഴും നമുക്ക് എല്ലാവർക്കും ഉണ്ടാകാം. അല്ലെങ്കിൽ അവരോട് അകലം പാലിക്കുന്ന, അവരോട് തർക്കിക്കാൻ പോകുന്നില്ലെങ്കിലും അവരോട് അകലം പാലിച്ച് അവരെ അങ്ങ് ഒഴിവാക്കുന്ന ഒരു മനോഭാവം ഉണ്ടായിരിക്കും. എന്നാൽ വേദോസ്തം പറയുന്നു, ദൈവത്തിന്റെ വചനം പറയുന്നു, അവൻ ശണ്ടയിടാതെ സൗമ്യതയോടെ അവരെ പഠിപ്പിക്കണം. ഇതാണ് സത്യം, ഇതാണ് ദൈവം നമ്മെക്കുറിച്ച് ആഗ്രഹിക്കുന്നത് എന്ന് സൗമ്യതയോട് പഠിപ്പിക്കുമ്പോൾ, അവർക്ക് വേണ്ടി പ്രാർത്ഥിക്കുമ്പോൾ അവര് സുബോധം പ്രാപിക്കും. പിശാചിന്റെ ട്രാപ്പിൽ നിന്നും, പിശാചിന്റെ കെണിയിൽ നിന്നും അവൻ വിടുതൽ പ്രാപിച്ച് സത്യത്തിന്റെ പരിജ്ഞാനം പ്രാപിച്ച് ദൈവഹിതം ചെയ്യുന്നവരായി തീരുവാനായിട്ട് ഇടയാകും എന്നാണ് അപ്പോസ്തലനായ പൗലോസ് ഇവിടെ തീമത്തിയോസിനെ ഓർമ്മിപ്പിക്കുന്നത്. അപ്പോ ഇത് ടീച്ച് ദ വേർഡ് ഓഫ് ഗോഡ് ഇൻ മീക്ക്നെസ്, ദൈവത്തിന്റെ വചനം സൗമ്യതയോടെ ശാന്തതയോടെ പഠിപ്പിക്കുന്നവരായിരിക്കണം. ദൈവത്തെ ഭയപ്പെടണം, മനുഷ്യരെ സ്നേഹിക്കണം. ഇന്ന് പലപ്പോഴും ചെയ്യുന്നത്, ദൈവത്തെ ഭയപ്പെടാതെ മനുഷ്യരെ സ്വന്തം നേട്ടങ്ങൾക്ക് വേണ്ടി ഉപയോഗിക്കുന്നവരെയാണ് നാം പലപ്പോഴും കാണുന്നത്. നാം വസ്തുവകകളെ സ്നേഹിക്കും. We love things of the world and use people for our gain. നമ്മൾ ലോകത്തിന്റെ വസ്തുവകളെയൊക്കെ സ്നേഹിച്ച് ആളുകളെ നമ്മുടെ നേട്ടങ്ങൾക്ക് വേണ്ടി ഉപയോഗിക്കുന്ന മനോഭാവമാണ് ഇന്ന് പലരും കാണുന്നത്. സഭാ ശുശ്രൂഷകരിൽ പോലും ഇതിനായി വിളിച്ച് വേർതിരിക്കപ്പെട്ടവർ പോലും തങ്ങളുടെ നേട്ടങ്ങൾക്ക് വേണ്ടി മനുഷ്യരെ ഉപയോഗിക്കുകയാണ്. കാരണം അവർ പണത്തെ സ്നേഹിക്കുന്നു, തങ്ങളുടെ സുഖ സൗകര്യങ്ങളെ സ്നേഹിക്കുന്നു. ഈ വ്യക്തിയെ കൊണ്ട് തനിക്ക് എന്തെല്ലാം നേട്ടം ഉണ്ടാക്കാൻ കഴിയും എന്നാണ് പലപ്പോഴും ചിന്തിക്കുന്നത്. എന്നാൽ അങ്ങനെയല്ല ഒരു സഭാ ശുശ്രൂഷകൻ ചിന്തിക്കേണ്ടത്. എതിർക്കുന്നവരായിരിക്കാം, ഉപദ്രവിക്കുന്നവരായിരിക്കാം, അവരെ സൗമ്യതയോട് പഠിപ്പിക്കുകയും അവർക്ക് വേണ്ടി പ്രാർത്ഥിക്കുകയും അവർ സത്യത്തിന്റെ പരിജ്ഞാനം പ്രാപിക്കുമെന്നും അവർ അനുതാപത്തിലൂടെ ദൈവസ്നേഹത്തിലേക്ക് കടന്നു വരുമെന്നും ഉള്ള വിശ്വാസത്തോടെ പ്രത്യാശയോടെ പ്രവർത്തിക്കുന്നവനും അവരെ ഉപദേശിക്കുന്നവനും സൗമ്യതയോടെ ശാന്തതയോടെ ദയവോടെ കനിവോടെ അവരെ ഉപദേശിക്കും. അവിടെയാണ് ഒരു സഭാ ശുശ്രൂഷകന്റെ കനിവിനെ കുറിച്ച് പറയുമ്പോൾ ഏറ്റവും ഒരു സഭാ ശുശ്രൂഷകന് വേണ്ടുന്ന ഏറ്റവും വലിയ ഗുണം എന്ന് പറയുന്നത് ദയയാണ്. ദൈവം ക്രിസ്തുവിൽ നമ്മോട് ക്ഷമിച്ചതുപോലെ നാം അന്യോന്യം ക്ഷമിപ്പീൻ എന്ന് പറയുന്നത് പോലെ ആ കർത്താവിന്റെ സ്നേഹം, കർത്താവിന്റെ ദയ മറ്റുള്ളവരുടെ മുമ്പിൽ പ്രദർശിപ്പിക്കാൻ മറ്റുള്ളവരോട് പ്രദർശിപ്പിക്കുന്നവരായിരിക്കണം. അങ്ങനെ അവരെ കരുതുന്നവരായിരിക്കണം ഒരു കർത്താവിന്റെ ദാസൻ എന്നാണ് പറയുന്നത്. പ്രിയമുള്ളവരെ, ഈ 2-ാം അധ്യായം ഒരു സഭാ ശുശ്രൂഷയെ സംബന്ധിച്ചിടത്തോളം, നമ്മളൊരു വിശ്വാസ സമൂഹത്തിൽ എങ്ങനെ ഇടപെടണമെന്നുള്ളതിനെ സംബന്ധിച്ചിടത്തോളം വളരെ പ്രധാനപ്പെട്ട ഒരു അധ്യായമാണ്. അതുകൊണ്ടാണ് 7 ഉപമാനങ്ങൾ, 7 ഇല്ലസ്ട്രേഷൻസ്, 7 ഉദാഹരണങ്ങൾ അപ്പോസ്തലനായ പൗലോസ് ഇതിൻ്റെ അകത്ത് സഭാ ശുശ്രൂഷകൻ എങ്ങനെ ആയിരിക്കണം എന്നുള്ളത് വിശദീകരിക്കുവാനായിട്ട് പറഞ്ഞിട്ടുള്ളൂ. ഇത് നാം പഠിച്ചാൽ നമുക്ക് തന്നെ തോന്നും ഇത് വലിയ പ്രയാസമുള്ള പണിയാണ്, ഇത് നമ്മെ കൊണ്ട് നടക്കില്ല, ഇത് ആരെ കൊണ്ട് നടക്കും, ആർക്കിങ്ങനെയൊക്കെ ചെയ്യാൻ കഴിയും എന്ന് നാം പലപ്പോഴും ചിന്തിക്കാൻ ഇടവരും. എന്നാൽ പൗലോസ് ഇത് പറയുന്നതിന് മുമ്പ് 2-ാം അധ്യായത്തിന്റെ 1-ാമത്തെ വാക്യത്തിൽ ഒരു സഭാ ശുശ്രൂഷകൻ ഇങ്ങനെ ആയിരിക്കുവാൻ അവനെ ശക്തിപ്പെടുത്തുന്ന കാര്യത്തെ കുറിച്ച് തുടക്കത്തിലെ പറയുന്നു. 2-ാം അധ്യായത്തിന്റെ 1-ാമത്തെ വാക്യം എന്താ പറയുന്നത്? എൻ്റെ മകനെ തിമത്തി, മൈ സൺ, എൻ്റെ മകനെ തിമത്തിയോസേ, ക്രിസ്തു യേശുവിലുള്ള കൃപയാൽ ശക്തിപ്പെടുക. ബി സ്ട്രോങ് ഇൻ ദ ഗ്രേസ് ദാറ്റ് ഈസ് ഇൻ ദ ലോർഡ് ജീസസ് ക്രൈസ്റ്റ്. നമ്മുടെ കർത്താവായ യേശു ക്രിസ്തുവിലുള്ള കൃപയാൽ, ഇംഗ്ലീഷ് വേദോത്സവത്തില് യു ദെൻ മൈ സൺ, പ്രിയപ്പെട്ട തിമത്തിയോസേ, യു ദെൻ മൈ സൺ, ബി സ്ട്രോങ് ഇൻ ദ ഗ്രേസ് ദാറ്റ് ഈസ് ഇൻ ക്രൈസ്റ്റ് ജീസസ്. ക്രിസ്തു യേശുവിലുള്ള കൃപയാൽ ശക്തിപ്പെടുക. ഞാൻ പറഞ്ഞല്ലോ, ഈ 7 ഉപമാനങ്ങൾ നാം പഠിക്കുമ്പോൾ നമുക്ക് മനസ്സിലാക്കുവാനായിട്ട് കഴിയും, ഇതൊരു വ്യക്തിയുടെ സ്വന്തം കഴിവിലോ ബുദ്ധിയിലോ ഒന്നും ചെയ്യുവാനായിട്ട് കഴിയത്തില്ല. ഒരു നല്ല കാര്യവിചാരകനായി, നല്ല പടയാളിയായി, നല്ല അത്ലീറ്റായിട്ട്, നല്ലൊരു ഓട്ടക്കാരനായിട്ട്, നല്ലൊരു കൃഷിക്കാരനായിട്ട്, നല്ലൊരു അപ്രൂവ്ഡ് വർക്ക്മാനായിട്ട്, ക്രിസ്തുവിന് സമ്മതനായ, ദൈവം അംഗീകരിക്കുന്ന ഒരു അപ്രൂവ്ഡ് വർക്ക്മാനായിട്ട്, ഒരു നല്ല വെസലായിട്ട്, നല്ലൊരു മാനപാത്രമായിട്ട്, അതുപോലെ നല്ല കർത്താവിന്റെ ദാസനായിട്ട്, ഒരു ഗുഡ് സെർവന്റ് ഓഫ് ദ ലോർഡ്, കർത്താവിന്റെ നല്ല ദാസനായിട്ട് പ്രവർത്തിപ്പാൻ ഒരു വ്യക്തിയുടെ സ്വന്തം കഴിവിലോ മിടുക്കിലോ ഒന്നും കഴിയുകയില്ല. പൗലോസ് അതുകൊണ്ടാണ് തുടക്കത്തിലെ ഓർമ്മിപ്പിക്കുന്നത്. അതുകൊണ്ട് തീമത്തിയോസേ, എൻ്റെ മകനെ,
ക്രിസ്തുവേശുവിലുള്ള കൃപയാൽ ശക്തിപ്പെടുക. ഇത് തന്നെയാണ് പൗലോസ് എഫെസ്യ ലേഖനത്തിലും പറയുന്നത്. ഒരു നല്ല കുടുംബം എങ്ങനെ ആയിരിക്കണം എന്നുള്ളത് ഓർമ്മിപ്പിച്ചിട്ട് 5-ാം അധ്യായത്തിന്റെ 21-ാമത്തെ വാക്യം മുതൽ കുടുംബജീവിതത്തെ കുറിച്ചാണ് പറയുന്നത്. ഭാര്യയും ഭർത്താവും തമ്മിലുള്ള ബന്ധം, അതുപോലെ മക്കളും മാതാപിതാക്കളും തമ്മിലുള്ള ബന്ധം, ദാസനും യജമാനും തമ്മിലുള്ള ബന്ധം എല്ലാം പറഞ്ഞിട്ട് ഒടുവിൽ പറയുകയാണ്, ഒടുവിൽ കർത്താവിലും അവന്റെ അമിതബലത്തിലും ശക്തിപ്പെടുക. പ്രിയമുള്ളവരെ, ഒരു നല്ല കുടുംബസ്ഥനായിട്ട് ജീവിക്കണമെങ്കിൽ നല്ലൊരു പിതാവായി, നല്ലൊരു മാതാവായി, നല്ലൊരു മകനായി, നല്ലൊരു മകളായി, നല്ലൊരു ഒരു യജമാനനായി, അല്ലെങ്കിൽ നല്ലൊരു ദാസനായി ജീവിക്കണമെങ്കിൽ നാം ശക്തിപ്പെടേണ്ടത് പൗലോസ് ഇവിടെ തീമോഥെയോസിനെ ഓർപ്പിക്കുന്നത് തന്നെ എഫേസ്യ ലേഖനത്തിലും ഓർപ്പിക്കുന്നു. എന്റെ മകനെ ക്രിസ്തുയേശുവിലുള്ള കൃപയാൽ ശക്തിപ്പെടുക. അവിടെ എഫേസ്യ ലേഖനം 6-ാം അധ്യായത്തിന്റെ 10-ാമത്തെ വാക്യത്തിൽ പറയുന്നു, ഒടുവിൽ കർത്താവിലും അവന്റെ അമിതബലത്തിലും ശക്തിപ്പെടും. കർത്താവിന്റെ ബലം, അതാണ് കൃപ എന്ന് പറയുന്നത്. നാം ആദ്യ ദിവസം ചിന്തിച്ചതാണ്. ദ ഡിവൈൻ എനേബിൾമെന്റ് ടു ലിവ് എ ഗുഡ് ലൈഫ്. നമ്മെ ഏൽപ്പിച്ച, നമ്മുടെ വിളിക്ക് യോഗ്യരായി, നമ്മെ ഒരു നല്ല പിതാവായി, മാതാവായി, കുടുംബസ്ഥനായി, സഭാ ശുശ്രൂഷകനായി, ഒരു ദൈവ പൈതലായി, ഒരു വിശ്വാസിയായി ജീവിക്കുവാൻ ദൈവം വിളിച്ചെങ്കിൽ, ദൈവം വെറുതെ അല്ല വിളിച്ചത്. വിളിച്ച ദൈവം നടത്തുവാൻ ശക്തനാണ്. അവൻ തന്റെ കൃപ നമ്മിൽ തരും. തന്റെ ശക്തി, സ്വർഗീയ ശക്തി, ഈ അത്യന്ത ശക്തി, ഈ നിക്ഷേപം ഈ മൺപാത്രത്തിൽ തന്നിട്ടാണ് ഇങ്ങനെ ജീവിക്കുവാനായിട്ട് പറയും. ഈ 7 ഉദാഹരണം പറയുമ്പോൾ ദിസ് ഈസ് വെരി ഡിമാൻഡിങ്. ഇത് വളരെ ദിസ് ഈസ് വെരി ഇമ്പോർട്ടന്റ് ആൻഡ് വെരി ഡിമാൻഡിങ്. ഇത് വളരെ പ്രാധാന്യമുള്ളതും വളരെ നമ്മിൽ നിന്ന് നമ്മുടെ വളരെ ശ്രദ്ധയും ഏകാഗ്രതയും നമ്മുടെ ഡിവോഷൻ, നമ്മുടെ സമർപ്പണവും ഒക്കെ ആവശ്യമായിട്ടുള്ള ഒരു ശുശ്രൂഷയാണ്. എന്നാൽ ഇത് സ്വന്തം ബുദ്ധിയിലോ ശക്തിയിലോ അല്ല ചെയ്യുന്നത്. എന്റെ മകനെ ക്രിസ്തുയേശുവിലുള്ള കൃപയാൽ, ഡിവൈൻ എനേബിൾമെന്റ്, സ്വർഗത്തിലെ ദൈവത്തിന്റെ ശക്തിയാൽ നീ ഇത് ചെയ്യുക. അതുകൊണ്ടാണ് പൗലോസ് ഫിലിപ്പി ലേഖനത്തിൽ പറയുന്നത്, എന്നെ ശക്തനാക്കുന്നവൻ മുഖാന്തരം ഞാൻ സകലത്തിനും മതിയാകും. എനിക്ക് ശക്തി നൽകിയ ക്രിസ്തുയേശു എന്ന കർത്താവ് എന്നെ വിളിച്ച തന്റെ ശുശ്രൂഷയ്ക്കാക്കിയത് കൊണ്ട് ഞാൻ അവനെ സ്തുതിക്കുന്നു. 1 തീമോഥെയോസ് 1-ാം അധ്യായത്തില് നാം അത് വായിക്കുന്നു. എനിക്ക് ശക്തി നൽകിയ കർത്താവ്, എനിക്ക് ശക്തി നൽകിയ ക്രിസ്തുയേശു എന്ന നമ്മുടെ കർത്താവ്. 1 തീമോഥെയോസ് 1:12. എനിക്ക് ശക്തി നൽകിയ ക്രിസ്തുയേശു എന്ന നമ്മുടെ കർത്താവ് എന്നെ വിശ്വസ്തനെന്ന് എണ്ണി ശുശ്രൂഷയ്ക്കാക്കിയത് കൊണ്ട് ഞാൻ അവനെ സ്തുതിക്കുന്നു. അപ്പൊ ഈ ശുശ്രൂഷയ്ക്കാക്കിയവൻ ശുശ്രൂഷയ്ക്കുള്ള ശക്തി തരും. He who appointed me, he who called me will give his power to do the ministry. എന്നെ വിളിച്ചവൻ, എന്നെ ആക്കിയവൻ, എന്നെ പടചേർത്തവൻ എനിക്ക് ഈ ശുശ്രൂഷ നിർവഹിപ്പാൻ, ഒരു നല്ല പടയാളിയായി കഷ്ടം സഹിപ്പാൻ, ഒരു നല്ല അധ്വാനിക്കുന്ന കൃഷിക്കാരനായി കർത്താവിന്റെ വേല ചെയ്യുവാൻ, കൃഷിക്കാരനെ പോലെ കർത്താവിന്റെ വേല ചെയ്യുവാൻ എനിക്ക് അവൻ ശക്തി തരും. ആ ശക്തിയാൽ, അതുകൊണ്ട് കർത്താവ് പറഞ്ഞു, എന്നെ പിരിഞ്ഞ് നിങ്ങൾക്ക് ഒന്നും ചെയ്യുവാൻ കഴിയില്ല. കർത്താവിന്റെ ശക്തി പ്രാപിച്ചുകൊണ്ട് വേണം ഈ അന്ത്യകാലത്ത് ശുശ്രൂഷ ചെയ്യുന്ന. 3-ാം അധ്യായം നമ്മെ അത് ഓർമ്മിപ്പിക്കുകയാണ്. 3-ാം അധ്യായത്തിലേക്ക് പ്രവേശിപ്പാനായിട്ട് ഇന്ന് നമുക്ക് കഴിയുന്നില്ല എങ്കിലും പിന്നെ പറയുന്ന 3-ാം അധ്യായം ഓർമ്മിപ്പിക്കുന്നത് അന്ത്യകാലത്ത് ദുർഘട സമയങ്ങൾ വരുമെന്ന് അറിയുക. സോ വി ആർ ഇൻ ദ ലാസ്റ്റ് ഫേസ് ഓഫ് ദ ലാസ്റ്റ് ടൈംസ്. അന്ത്യകാലത്തിന്റെ അന്ത്യകാലഘട്ടത്തിൽ നാം ആയിരിക്കുകയാണ്. പൗലോസ് പറയുകയാണ്, പെരിലസ് ടൈംസ് വിൽ കം, ടെറിബിൾ ടൈംസ് വിൽ കം ഇൻ ദ ലാസ്റ്റ് ഡേയ്സ്. അന്ത്യകാലത്ത്, അവസാന കാലത്ത് പെരിലസ് ടൈംസ്, വളരെ കഷ്ടതയേറിയ, വളരെ ദുഷ്കരമായ കാലഘട്ടമാണ് അന്ത്യകാലം എന്ന് പറയുന്നു. അങ്ങനെയുള്ള ഒരു കാലഘട്ടത്തിൽ ശുശ്രൂഷ ചെയ്യുവാൻ, ജീവിക്കുവാൻ ദൈവത്തിന്റെ വലിയ കൃപ, എന്റെ മകനെ ക്രിസ്തുയേശുവിലുള്ള കൃപയാൽ ശക്തിപ്പെടുക. ഒരു വിശുദ്ധമായി ജീവിക്കുവാൻ, കർത്താവിന്റെ കരങ്ങൾ ഉപയോഗിക്കപ്പെടുന്ന മാനപാത്രമായി ഉപയോഗിക്കപ്പെടുവാൻ, ഒഴിഞ്ഞ പാത്രത്തെ നിറയ്ക്കുന്നവനായ കർത്താവ് വിശുദ്ധിയോടെ ജീവിപ്പാൻ നമ്മെ സഹായിക്കും. അവന്റെ കൃപയിൽ ശക്തിപ്പെട്ട് വിശുദ്ധിയോടെ ഒഴിഞ്ഞ പാത്രമായി, അവനെ എപ്പോഴും ഉപയോഗയോഗ്യമായി, അവൈലബിളായി അവന്റെ കരങ്ങളിൽ സമർപ്പിക്കപ്പെടുമ്പോൾ അവൻ എടുത്ത് നമ്മെ ഉപയോഗിക്കും. പ്രിയമുള്ളവരെ, അതാണ് അപ്പോസ്തലനായ പൗലോസ് തന്റെ അവസാന വാക്കുകളായി തീമോഥെയോസിനെ റോമയിലെ കാരാഗ്രഹത്തിൽ തൻ മരണം കാത്തു കിടക്കുമ്പോൾ, ചില ദിവസങ്ങൾക്കപ്പുറം തന്റെ തല ഛേദിക്കപ്പെടുവാൻ പോകുന്നു എന്നുള്ള സത്യം മുന്നിൽ കണ്ടുകൊണ്ട്, ആ യാഥാർത്ഥ്യം മുന്നിൽ കണ്ടുകൊണ്ട് തീമോഥെയോസിനെ ഓർമ്മിപ്പിക്കുന്ന അവസാന കത്തിലെ അവസാന വരികളിലേക്ക് നാം കടന്നു വരികയാണ്. പൗലോസ് ഓർമ്മിപ്പിക്കുന്നു, അന്ത്യകാലമാണ്, പെരിലസ് ടൈംസ് ആണ്, വളരെ അത്യുഗ്രമായ. ഇത് പെരിലസ് എന്നുള്ള വാക്ക് ദുർഘട സമയം
എന്നുള്ളതിന്റെ അതേ ഗ്രീക്ക് പദം തന്നെയാണ് മത്തായിയുടെ സുവിശേഷം ത്തിലെ ഭൂതഗ്രസ്തനെ കുറിച്ച് 8-ാം അധ്യായത്തിന്റെ 28-ാമത്തെ വാക്യത്തില് ഭൂതഗ്രസ്തന്മാരെ കുറിച്ച് പറയുമ്പോൾ അവർ അത്യുഗ്രന്മാരായിരുന്നത് കൊണ്ട് അവർക്ക് ആർക്കും ആ വഴി നടന്നുകൂടാഞ്ഞു എന്ന് പറയുന്നു. അത്യുഗ്രന്മാർ എന്നുള്ളതിന് ഉപയോഗിച്ചിരിക്കുന്ന വാക്ക് തന്നെയാണ് ദുർഘട സമയം എന്നുള്ളതിന് ഉപയോഗിച്ചിരിക്കുന്ന ഗ്രീക്ക് പദം. എന്ന് പറഞ്ഞാൽ അതിന്റെ അർത്ഥം അന്ത്യകാലഘട്ടത്തിൽ ലാസ്റ്റ് ടൈംസ് ദ വയലൻസ് വിൽ ബി എനർജൈസ്ഡ് ബൈ സൈറ്റൻ. അന്ത്യകാലഘട്ടത്തിൽ ഉണ്ടാകുന്ന കലഹങ്ങളും പിണക്കങ്ങളും ദുഷ്കരമായ എല്ലാ സംഭവങ്ങളും ലഹളകളും കലാപങ്ങളും എല്ലാം പിശാച് ആളുകളെ പ്രേരിപ്പിച്ച് പിശാചിന്റെ കണിയിൽ കുടുങ്ങിയവരാൽ സംഭവിക്കാൻ പോകുന്ന വലിയൊരു ദുഷ്കരമായ കാലഘട്ടത്തിലേക്കാണ് ദൈവത്തിന്റെ സഭയും നാമോ ആയിരിക്കുന്നത്. അന്ന് പൗലോസ് ഏകദേശം 2000 വർഷങ്ങൾക്കപ്പുറം ദുഷ്കരമായ കാലഘട്ടം എന്ന് ഓർമ്മിപ്പിച്ചെങ്കിൽ, പ്രിയമുള്ളവരെ, ഇന്ന് നാം ഇതിന്റെ അവസാന മണിക്കൂറുകളിലേക്ക് എത്തി നിൽക്കുമ്പോൾ, അന്ത്യകാലത്തിന്റെ അന്ത്യസമയങ്ങളിലേക്ക് എത്തി നിൽക്കുമ്പോൾ അത് എത്രമാത്രം യാഥാർത്ഥ്യമാണെന്ന് ഓർത്ത് തീമോഥെയോസിനോട് അപ്പോസ്തലനായ പൗലോസ് ഓർമ്മിപ്പിക്കുന്ന അതേ വാചകങ്ങൾ കർത്താവിന്റെ അമിത ബലത്തിൽ നമുക്ക് ശക്തിപ്പെടാം, കർത്താവിന്റെ കൃപയിൽ ശക്തിപ്പെടാം. എങ്കിൽ മാത്രമേ അനുഗ്രഹീതമായ ഒരു ക്രിസ്തീയ ജീവിതം നയിപ്പാൻ, കർത്താവിന് പ്രസാദകരമായി ജീവിപ്പാൻ, അവന്റെ കരങ്ങളിൽ ഒരു മാനപാത്രമായി കർത്താവിന്റെ ദാസനായി ഉപയോഗിക്കപ്പെടുവാൻ നമുക്ക് കഴിയുകയുള്ളൂ. അതിന് ദൈവത്തിന്റെ പരിശുദ്ധാത്മാവ് നമ്മെ സഹായിക്കട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് വാക്കുകളെ അവസാനിപ്പിക്കുന്നു. ദൈവം നമ്മെ ഏവരെയും അനുഗ്രഹിക്കുമാറാകട്ടെ.